യേശു കർത്താവ് ഈ ശിഷ്യന്മാരോട് പറയുകയാ, നിങ്ങൾ ഭ്രമിക്കണ്ട, നിങ്ങളുടെ ഹൃദയം കലങ്ങണ്ട. എന്താ കാരണം? ഞാൻ പോകുന്നത് ഉചിതം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. കാര്യസ്ഥൻ എന്നതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പദം അഡ്വക്കേറ്റ് എന്ന പദമാണ്. ഗ്രീക്കിൽ അതിന് കൊടുത്തിരിക്കുന്ന പദം പാരാക്ലീറ്റെ എന്ന പദമാണ്. പാരാക്ലീറ്റെ എന്ന പദം കൊണ്ട് ഗ്രീക്കോ റോമൻ പശ്ചാത്തലത്തിലുള്ള ആളുകൾ ഉദ്ദേശിക്കുന്നത് യുദ്ധത്തിൽ സഹായിക്കുന്നവൻ എന്നാണ്. സാധാരണ നിലയിൽ റോമൻ പടയാളികൾ യുദ്ധത്തിന് പോകുമ്പോൾ ഒരു പേരായിട്ടാണ് അവർ പോകുന്നത്. യുദ്ധമുന്നണിയിൽ അവർ നിൽക്കുമ്പോൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവർ നിൽക്കാറില്ല. രണ്ടുപേര് ആയുധധാരികളായി പുറത്തോട് പുറം തിരിഞ്ഞ്, ഒരു നിലയിൽ പറഞ്ഞാൽ രണ്ടുപേരും പുറമൊട്ടിയ സയാമീസ് ഇരട്ടകളെ പോലെ പുറത്തോട് പുറം തിരിഞ്ഞു നിന്ന് രണ്ടുപേർ ഒരുമിച്ച് നിന്നാണ് യുദ്ധം ചെയ്യുന്നത്. എന്താ അതിന്റെ പ്രത്യേകത? ഒരാളുടെ പിന്നിലൂടെ ആക്രമിക്കുന്ന വ്യക്തിയെ മറ്റേയാളിന് കാണുവാനായി കഴിയും. മറ്റേയാളുടെ പിന്നിലൂടെ ആക്രമിക്കുന്ന വ്യക്തിയെ അടുത്തയാളിന് കാണുവാനായി കഴിയും. ഇവർ രണ്ടുപേരും യുദ്ധമുന്നണിയിൽ നിൽക്കുന്നിടത്തോളം സമയം ഒരിക്കലും പിരിയാതെ ചേർന്ന് നിന്ന് യുദ്ധം ചെയ്യുന്നവരാണ്. അവർ പരസ്പരം സഹായിക്കുന്നവരാണ്. ഒരാൾക്ക് മറ്റേയാൾ കാര്യസ്ഥനാണ്, ഒരാൾക്ക് മറ്റേയാൾ പാരാക്ലീറ്റയാണ്, യുദ്ധത്തിൽ സഹായിക്കുന്ന വ്യക്തിയാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പറയുന്ന സന്ദേശം ഇതാണ്: നിങ്ങളുടെ യുദ്ധങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ ഞാൻ നിങ്ങൾക്ക് ഒരു സഹായിയെ, ഒരു കാര്യസ്ഥനെ അയക്കുകയാണ്. ഈ യുദ്ധത്തിൽ സഹായിക്കുന്ന വ്യക്തികൾ അവര് മരണത്താലല്ലാതെ വേർപിരിയുകയില്ല. ജീവൻ ഉള്ളിടത്തോളം സമയം അവർ യുദ്ധമുന്നണിയിൽ ഒരുമിച്ച് നിന്നാണ് യുദ്ധം ചെയ്യുന്നത്. കർത്താവ് ഇവരോട് പറയുകയാ, ഞാൻ പോയാൽ നിങ്ങൾ ഒറ്റയ്ക്കാവില്ല. നിങ്ങളുടെ പ്രതികൂലങ്ങളിൽ, നിങ്ങൾക്ക് യുദ്ധം നേരിടുമ്പോൾ, നിങ്ങൾക്ക് വെല്ലുവിളികൾ വരുമ്പോൾ, നിങ്ങൾക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തരണം ചെയ്യാത്ത പ്രതികൂലങ്ങളെ നിങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ, നിങ്ങളോട് ചേർന്ന് നിന്ന് യുദ്ധം ചെയ്യാൻ, നിങ്ങളോട് ചേർന്ന് നിന്ന് നിങ്ങളെ സഹായിക്കുവാൻ ഞാനൊരു കാര്യസ്ഥനെ, ഒരു പാരാക്ലീറ്റയെ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരും.